ടെക് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പലർക്കും വന്നിട്ടുണ്ടാവും ഒരു വാട്സാപ്പ് മെസ്സേജ്, അതായത് ഒരു ഇമേജ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു കളറ്, ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കളറ്, നമ്മൾ വേറെ ഗ്രൂപ്പിലോ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യുമ്പോൾ മറ്റൊരു കളറ്. അപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പലർക്കും അറിയാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളതൊക്കെയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കിട്ടും. നമുക്ക് ഇത് പരിശോധിക്കാനായിട്ട് ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിലിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു സ്ക്വയർ പോലുള്ളതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഇമേജ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇമേജാണ്. ഈ നെയിലും ഈ ലിപ്പും ഒരു ട്രാൻസ്പെറൻ്റ് ആണ്. ചെറിയൊരു റെഡ് ഷെയ്ഡ് അതിന് മുകളിലുണ്ട്. റിഫ്ലക്ഷൻസ് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഏത് കളർ വരുന്നോ അതനുസരിച്ച് ഇതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വൈറ്റ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കതിന് ബാക്ക്ഗ്രൗണ്ട് പല പല കളറുകൾ കൊടുത്തു നോക്കാം. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങളും കാണാം. റെഡ് കൊടുത്താൽ അതിനനുസരിച്ച് അത് റെഡാവും. അങ്ങനെ ഓരോന്നും നമ്മൾ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് ഈ ലിപ്പിൻ്റെയും ഈ നെയിൽസിൻ്റെയും കളറ് മാറും. റിഫ്ലക്ഷൻ അതുപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഓരോ കളറ് മാറുമ്പോഴും അതിൽ ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇത് നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഇമേജിൻ്റെ ലാസ്റ്റ് .jpg എന്ന് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റി .png എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആവില്ല. ഇങ്ങനെയായിരിക്കും നമുക്ക് ആ മെസ്സേജ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ ഓരോന്നായിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് അതനുസരിച്ചായിരിക്കും ഈ ഇമേജ് വരുന്നത്. നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. അതുകൊണ്ട് ഒരു ഡാർക്ക് കളറിലായിരിക്കും ഈ ഒരു ഇമേജ് കാണുന്നത്. ഇത് നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ കളർ വരും. അതെങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ ആ ഇമേജ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഒരു ഗ്രീൻ കളറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജിനും ആ ഒരു ഗ്രീൻ കളറ് വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.